Hi friends, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മളുടെ എല്ലാം ഫേവറേറ്റായ റവ കൊണ്ടുള്ള പുട്ട്. സാധാരണ നമ്മളെല്ലാവരും റവ കൊണ്ട് എപ്പോഴും ആദ്യം ട്രൈ ചെയ്യുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉപ്പുമാവാണ്. പക്ഷേ ഞാൻ എപ്പോഴും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, എനിക്ക് റവ കൊണ്ടുള്ള ഉപ്പുമാവിനേക്കാൾ കൂടുതൽ ഇഷ്ടം റവ കൊണ്ടുള്ള പുട്ടാണ്. അത് രണ്ടും തമ്മിലുള്ള കഴിക്കുമ്പോഴുള്ള ഡിഫറൻസ് പറഞ്ഞാൽ, നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കാറില്ല, കുറച്ച് ഹെവിനെസ് ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പലർക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് ഉപ്പുമാവ്. പക്ഷേ റവ കൊണ്ടുള്ള പുട്ട് വളരെ സോഫ്റ്റും ഒരുപാട് ഡിലീഷ്യസുമാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. റവ കൊണ്ടുള്ള പുട്ട് കഴിച്ചാൽ നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യാറില്ല സ്റ്റമക്കിൽ, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. സ്റ്റീം ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു റവ കൊണ്ടുള്ള പുട്ട്. ഇതുണ്ടാക്കുമ്പോഴിപ്പോൾ അമ്മയാണ് ഓർമ്മ വരുന്നത്. ചിരട്ടയിലാണ് റവ കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, ചിരട്ടപ്പുട്ടായിട്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു അല്പം റവ എടുത്തിട്ടുണ്ട്, ഒരുപാട് എടുത്തിട്ടില്ല. റവ നമുക്ക് എത്ര ആവശ്യമുണ്ടോ, എത്രയും പേർക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുത്തോളൂ. ഞാനൊരു ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. ഇത് നമ്മൾ നനച്ച് കുതിർക്കാനായിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി കയറും, ഒന്ന് കുറച്ചുകൂടെ ഇൻക്രീസ് ആവും ക്വാണ്ടിറ്റിയിലും. അപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഇപ്പം കുതിർന്ന് കഴിയുമ്പോൾ കുറച്ചേറെ കാണും കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. റവപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് കൂടിപ്പോകരുത്. റവപ്പുട്ടിന് ഉപ്പ് കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചാണ് കുതിർത്ത് വെക്കുന്നത്. സാധാരണ അരിപ്പുട്ട് പോലെ അല്പം വെള്ളമല്ല ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പേടിക്കണ്ട, അത് ഇച്ചിരി ഏറെ നനഞ്ഞോട്ടോ, കുഴപ്പമില്ല, ഇത് കുതിർന്ന് കയറും. അതുപോലെ ഫ്രണ്ട്സ്, ഞാൻ വറുത്ത റവയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ റവ വറുത്തതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇച്ചിരി ഏറെ വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ്, കുഴപ്പമില്ല. നല്ലതുപോലെ ഇങ്ങനെ നനഞ്ഞ് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ വന്നോട്ട്, കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് കുതിർന്ന് കയറുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിക്കോളും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ നനഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടുന്ന പോലെ നനഞ്ഞ പരുവത്തിൽ ഇരിക്കുകയാണ്. എന്നാലും നല്ലപോലെ ഇച്ചിരി വെള്ളം തളിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഒരല്പം കുതിർക്കാൻ വെക്കുക. ഒരു 10, 15, 20 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കൈ കൊണ്ട് കട്ട പിടിച്ചിരിക്കുമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എടുക്കുക. അതിങ്ങനെ അമർത്തി വെച്ചിരിക്കുമായിരിക്കുമല്ലോ, ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്താൽ മതി. അത് നല്ലപോലെ കുതിർന്ന് കയറിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ചിരട്ടയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിരട്ട നല്ലതുപോലെ കഴുകി ഒന്ന് തുടച്ചെടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഈ ഹോളൊന്ന് അടയണമല്ലോ ഈ ചിരട്ടയുടെ. അപ്പോൾ ഒന്ന് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങ ഒരുപാട് കഴിക്കാൻ വയ്യാത്തവരാണെങ്കിൽ ഒരുപാട് തേങ്ങ ഇടണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ഇതിനകത്തോട്ട് നിറയ്ക്കുക. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അമക്കാതെ തന്നെ അതങ്ങ് വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു 1 പേഴ്സണ് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് കുഴച്ചെടുത്താൽ മതി. എത്ര പേരുണ്ട് അതനുസരിച്ച്. ഒരല്പം തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങ അല്പം. ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം വെള്ളം തിളച്ച് കിടക്കുകയാണ് പുട്ടുകൂടത്തിൽ. അപ്പം നമുക്കത് അതിന് മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് കവർ ചെയ്യുക. ഒരുപാട് അമർത്താതെ ഒന്ന് കവർ ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ചെറിയ പ്ലേറ്റും കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇനി ഇത് നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ട. സാധാരണ പുട്ട് പോലെ റവയാണല്ലോ. അപ്പം നമുക്കൊരു 7-8 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്യിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ
റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്തു. ഒരു 8 മിനിറ്റോളമായി. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിനി ഇത് കഴിക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ട് നമുക്കിവിടെ കമത്തിയങ്ങിടാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ചൂട് ആവി പറക്കുന്ന നമ്മളുടെ റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പുട്ടുകുറ്റിയിലും വേണമെങ്കിലും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സ്മോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഒരുപാട് ഹെൽത്തിയാണ്. കാരണം അരിയോ ഗോതമ്പോ ഒക്കെ കഴിച്ച് മടുത്തവർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കൊക്കെ ഇഷ്ടം. നമുക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുട്ടാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. ചിരട്ടയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഹാർഡ് ആവാറില്ല. ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കൂടി കഴിക്കുക. 1. 2, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ സാധാരണ പുട്ട് കഴിക്കുന്ന പോലെ നമുക്കിത് തൊണ്ടയിൽ കുരുങ്ങുമെന്നോ അല്ലെങ്കിൽ വേറെ കറി വേണമെന്നോ ഒന്നുമില്ല. ഇത് ഒരു കറിയും ഇല്ലാതെ കഴിക്കാൻ ഒരുപാട് ടേസ്റ്റാണ്. ഒരല്പം പഞ്ചസാര ഇട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലക്കറിയ, പയർ പുഴുങ്ങിയത്, പപ്പടം ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈസി ആൻഡ് ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹേ ഫ്രണ്ട്സ്, hope everyone loves today's very tasty, delicious, healthy delicious Kerala special Rava Puttu. Thank you so much for watching. Keep watching, keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും ചിലരൊക്കെ കാണാറുണ്ട് വീഡിയോ, ചിലർ കാണാറില്ല. അപ്പം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. നിങ്ങളുടെ കമൻസ് ആണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കാണാറില്ലേ, അപ്പം അതുപോലെ ഒരു വീഡിയോ കണക്കാക്കി കാണാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി.